ഒരു ഡൗട്ട് അവരുടെ മൈൻഡിലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണ് നിങ്ങളും തമ്മിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ പേഴ്സൺ ഒട്ടും ജെന്യുവൻ അല്ലായിരുന്നു. ഈ ഒരു പേഴ്സണ് വേണമെങ്കിൽ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി കാണും. അതല്ലെങ്കിൽ അതേപോലെ റിലേഷൻസും അതേപോലെ കാര്യങ്ങളും അങ്ങനെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലുള്ളൊരു വ്യക്തിയുടെ ഒരു എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതല്ല എങ്കിൽ മൊത്തത്തിലൊരു റിലേഷൻഷിപ്പ് അല്ല എങ്കിലും മൊത്തത്തിൽ ഒരു പ്രശ്നക്കാരനായിരുന്നു നമ്മൾ പറയില്ലേ, അതേപോലത്തെ ഒരു പേഴ്സൺ ആയിരുന്നു ഇത്. പറഞ്ഞാല് ഈ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മറന്നു പോവുമോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിനെ മറന്നു പോകുവോ അങ്ങനൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് പ്രൂവ് ചെയ്യാനുണ്ട്, അറിയാനുണ്ട്. ഈ ഒരു വ്യക്തി എന്താണ് ഇങ്ങനെ ആയത്, അങ്ങനെ കുറേ ഡൗട്ട്സുകൾ നിങ്ങൾക്കുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഇവരുടെ ലൈഫിൽ വേറെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ ലൈഫൊക്കെ അവർ ബിസി ആക്കാനും നിങ്ങളോടുള്ള ഫീലിങ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാനും ഒക്കെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ ഫീലിങ്സും ഒക്കെ മൈൻഡിൽ നല്ലതുപോലെ ഉണ്ട്. ഈ ഒരു പേഴ്സൺ ഇപ്പം അറിയാം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പഴയ പോലത്തെ ഒരാളല്ല. നിങ്ങൾക്കിപ്പോൾ കുറച്ച് നേരത്തേൽ നിന്നൊക്കെ ഒരുപാട് ചേഞ്ചായി ഒരു കാംനെസ് വന്നിട്ടുണ്ട്. എല്ലാത്തിലും ഒരു പീസ് മൈൻഡ് ആയിട്ടുണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നി നിങ്ങളുടെ സെൽഫ് ലവും കാര്യങ്ങളും കൊണ്ടുവന്നു. അയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നീ എന്താണ് ഇങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ച് അങ്ങനെയുള്ള അല്ലെങ്കിൽ എനിക്ക് എന്താ പ്രശ്നം, ഞാൻ എന്താണ്, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. അതേപോലത്തെ ഒരു ഇതൊന്നും ഇപ്പം നിങ്ങൾ ചോദിക്കാറുമില്ല. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനോ എടുക്കാനോ ഒന്നും പോവാറില്ല. ഈവൻ മെസ്സേജ് ആയിട്ടും കോൾസ് ആയിട്ട് പോലും നിങ്ങൾ നല്ല രീതിയിലൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. അപ്പോൾ ആ ഒരു പേഴ്സണ് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ എനർജി എന്ന് വെച്ചാൽ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു പീസ് ഒരു സമാധാനത്തിൽ വന്നിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് അയാൾക്ക് ഇപ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ഹാഫ് ലവ്, പകുതി ഇഷ്ടം, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ പിടിച്ചൊരു എനർജിയും കൺഫ്യൂഷൻ പിടിച്ചൊരു റിലേഷൻഷിപ്പും എന്ത് ചോദിച്ചാലും ഒരു സൈലൻസും അങ്ങനത്തെ ഒരു എനർജി ആയിരുന്നു. അതൊന്നും ഇനിയിപ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ തന്നെ തോന്നിയിട്ടുള്ള ഇതാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ എനർജി ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എനർജിയാണ്. ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഫസ്റ്റ് ലവ് ആയിരിക്കാം, അതിൽ ഇത്ര ആത്മാർത്ഥമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ സോൾ കണക്ഷൻ ആയിരിക്കാം, ട്വിൻ സോൾ ആയിരിക്കാം, എന്തുമായിരിക്കും. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയ്ക്ക് ഒരു നല്ല രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പോയതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഹീലായി, നിങ്ങൾ ഒരുപാട് മൈൻഡൊക്കെ സ്ട്രോങ് ആൻഡ് ബോൾഡൊക്കെ ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ